ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു ഫൈനൽ വീഡിയോയും കൂടി ഉണ്ടായിരിക്കും. കാരണം ഈ പ്രാവശ്യത്തെ പുൽക്കൂട്ടിൽ കുറച്ചധികം പണികൾ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 4 ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുൽക്കൂട്ടിലേക്ക് ഒരു ചെറിയ കുളം പോലെ വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മളവിടെ ഒരു കല്ല് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ചൊരു വാട്ടർഫോൾ പോലെ വരികയും പിന്നെ ഒരു ചെറിയ കുളം പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ ഒരു രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് ഒരു ബ്ലൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തു. അതിൻ്റെ ചുറ്റും ഇങ്ങനെ ജസ്റ്റ് ഒരു എന്താ പറയുക കുളം പോലെ വരച്ചു കൊടുത്ത ശേഷം കുറച്ച് കല്ലുകൾ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് സ്റ്റിക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹോട്ട് ഗ്ലൂ ഇങ്ങനെ ജസ്റ്റ് സ്പൈറൽ പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അത് വെച്ചിട്ട് ആ ഒരു ഗ്ലൂ ഡ്രൈ ആയ ശേഷം അതിന് മുകളിൽ ഡാർക്ക് ബ്ലൂ പെയിൻറ്റ് ചെയ്താൽ ശരിക്കും ഒരു കുളം ഇരിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ കാർഡ്ബോർഡ് എടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് പോലെ എടുക്കാതെ ഒരു സ്ക്വയർ ഷേപ്പിൽ എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് കൊണ്ട് പുൽക്കൂട്ടിൽ വെക്കുമ്പോൾ അത് മണ്ണ് അതിന് മുകളിലിട്ട് നമുക്കൊന്നത് നീങ്ങി പോകാത്ത രീതിയിൽ ഉറപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സൈഡുകളിൽ കുറച്ച് സ്ഥലം വിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുളം നമുക്ക് ക്രിസ്മസ് ക്രിബിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുളം അവിടെയൊക്കെ സെറ്റായി ഇത് ഡ്രൈ ആവാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പൊട്ട പാത്രം എടുത്തിരിക്കുകയാണ്. അതിൽ കുറച്ച് ന്യൂസ് പേപ്പർ കീറിയിട്ടിട്ട് അതിൽ കുറച്ച് അതൊന്ന് നനച്ച് വെക്കാനായിട്ട് പോവുകയാണ്. അതെന്തിനാണ് ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് പല പർപ്പസിന് യൂസ് ചെയ്യാം. പേപ്പർ ഇങ്ങനെ അരച്ചെടുത്തിട്ട് കളറ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലേ പോലെ തന്നെ നമുക്ക് കളിമണ്ണ് പോലെ തന്നെ ഓരോ ഷേപ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എന്താ പറയുക കളിമണ്ണിൻ്റെ പോലെ അത്ര ഫ്ലെക്സിബിൾ അല്ലെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു ചെറിയ കുന്ന് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു വാട്ടർഫോൾ പോലെ അല്ലെങ്കിൽ വെള്ളം അങ്ങനെ വരുന്ന രീതിയിലൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേപ്പറിനെ ഞാൻ നനച്ച് വെച്ചു. നന്നായി നനച്ച് കുതിർത്ത പേപ്പർ എടുത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചു. മിക്സിയിൽ അരച്ചിട്ടാണ് കളർ ചേർക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഉജാല ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അക്രിലിക് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് അത് 2 കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ പേപ്പറിനും കളർ ആവത്തക്ക രീതിയിൽ ചെയ്യാം. പേപ്പർ വളരെ പൊടിയായിട്ട് നമ്മൾ എന്താ പറയുക കീറി എടുത്തിട്ട് വെള്ളം ഒഴിച്ചാലും മതി. ഞാൻ മിക്സിയിൽ അരച്ചത് നന്നായി ഒന്ന് അരഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ ആ ഒരു ബ്ലൂ കളർ മിക്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വഴിയേ ഞാൻ പുൽക്കൂട്ടിൽ വെക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇനി നമുക്കിതേ ഈ ഒരു കുഞ്ഞു വീട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് പുൽക്കൂട്ടിൽ വെക്കാനായിട്ടൊരു വീട്. അപ്പോൾ റോസു ക്ലാസ് വിട്ട് വന്നപ്പോൾ ഞാൻ അവൾക്കത് പെയിൻറ്റ് ചെയ്യാനായിട്ട് കൊടുത്തപ്പോൾ അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കാർഡ്ബോർഡ് വീടുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പുൽക്കൂടിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമുക്കത് വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം ആകാശം പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കളർ പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ഇതിൽ കുഞ്ഞു കുഞ്ഞു വൈറ്റ് ഡോട്ട്സ് സ്റ്റാറിനെ ഉദ്ദേശിക്കുന്ന രീതിയിൽ വൈറ്റ് ഡോട്ട്സും കുറച്ച് സ്റ്റാർസൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വൈകുന്നേരം നമ്മൾ ലൈറ്റിംഗ് കൊടുക്കുമ്പോൾ ആ ഒരു വൈറ്റ് സ്റ്റാർസ് നന്നായിട്ട് എടുത്ത് കാണിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഷേപ്പിൽ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വരച്ച ട്രീ അത്ര ഭംഗിയായില്ല. പിന്നീട് വരച്ച് വന്നപ്പോഴാണ് എനിക്കത് കയ്യിലേക്ക് ഒരു പ്രാക്ടീസ് വന്നത്. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പടം വരയ്ക്കാനൊന്നും അറിയില്ല, അറിയുന്ന രീതിയിലൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം. പെയിൻറ്റിങ് എനിക്ക് കാര്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഭംഗിയില്ലെങ്കിലും ഓവറോൾ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് ഫുള്ളായിട്ടും ഈ ഒരു ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ട്രീ വരച്ചു കൊടുക്കണം. ട്രീയും അതുപോലെ തന്നെ കുറച്ച് കുന്നുകൾ ബ്ലാക്ക് കളറിൽ തന്നെയാണ് കൊടുക്കുന്നത്. വൈകുന്നേരം നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുന്നതിൻ്റെ കാര്യം ഒരു നിഴൽ പോലെ കാണുന്ന രീതിയിൽ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വൈകുന്നേരത്തെ സീനാണല്ലോ നമ്മൾ ഈ ഒരു ബോർഡിൽ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ ബിൽഡിങ്ങുകൾ വേണമെങ്കിൽ അതിൻ്റെ നിഴൽ വരയ്ക്കാം, വേണമെങ്കിൽ കൊട്ടാരത്തിൻ്റെ നിഴലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കാം, ചെറിയ വീടുകളുടെയൊക്കെ. പക്ഷേ എനിക്കിതാണ് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത്. അങ്ങനെ ഞാൻ 2 ബോർഡുകൾ ഉണ്ടായിരുന്നു. 2ലും ഇതേപോലെ തന്നെ വരച്ചു കൊടുത്തു. അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ചേട്ടൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ സ്റ്റാറും അതുപോലെ തന്നെ ഒരു മൂണും നമ്മൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ. മൂന്ന് നമ്മളിതുപോലെ മരമായതുകൊണ്ട് തന്നെ മരത്തിൻ്റെ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പേപ്പറിലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു നക്ഷത്രമാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്, വാൽ നക്ഷത്രമാണ്. അങ്ങനെ ഒരു നക്ഷത്രം എന്താ പറയുക പുൽക്കൂടിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മളൊരു സ്റ്റാർ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചു. അപ്പോൾ നമ്മളവിടെ ലൈറ്റ് കൊടുക്കുമ്പോൾ ഈ ബോർഡിൻ്റെ ഉള്ളിൽ കൂടി ഈ ഒരു സ്റ്റാറും മൂണും പുറത്തോട്ട് കാണും.
അപ്പം ഞങ്ങൾ ഇതേ ബോർഡ് നമ്മുടെ പുൽക്കൂട്ടിൽ ഫിക്സ് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു അത് ഫിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്രയും പ്രോസസ്സ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീഡിയോ വരുമ്പോൾ ഡിലേ വരുന്നത്. കാരണം കുറച്ചധികം ടൈം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ടാണല്ലോ കുറേ കാര്യങ്ങൾ ഈ പ്രാവശ്യം ചെയ്യുന്നത്. അപ്പം നമ്മളിനി പുൽക്കൂടിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ തലേദിവസം പുൽക്കൂട് ഫുള്ളായിട്ടും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലൂ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മരം കൊണ്ട് ഉണ്ടാക്കി പുൽക്കൂടായതുകൊണ്ട് നമ്മൾ മരത്തിനുള്ള പെയിൻറ്റ് മേടിച്ചിട്ട് അത് തന്നെ പെയിൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കേട് വന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചാൽ ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്രിലിക് പെയിൻറ്റ് അങ്ങനത്തെ പെയിൻറ്റ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്താൽ മതി. കാർഡ്ബോർഡിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ കാർഡ്ബോർഡ് ഇങ്ങനെ ചുളിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പെയിൻറ്റ് ചെയ്യുക. ഒരു കോട്ട് ഉണങ്ങിയ ശേഷം അടുത്ത കോട്ട് ആവശ്യമുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മരത്തിൻ്റെ പുൽക്കൂടായതുകൊണ്ട് ഈ പെയിൻറ്റ് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു കോട്ട് കൊണ്ട് തന്നെ നല്ല രീതിക്ക് കവറേജ് കിട്ടി. അപ്പോൾ ഞാൻ ഈ ഒരു പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് ഒന്ന് ഉണങ്ങിയ ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ബ്ലാക്ക് ലൈൻസ് വരയ്ക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് ബ്രൗൺ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് മരത്തിൻ്റെ പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ ലൈനുകളൊക്കെ നമ്മൾ വരച്ച് കൊടുക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ലൈൻ വരച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇതിന് മുകളിൽ വൈക്കോല് സാധാരണ ഇങ്ങനെ അടുക്കി വെക്കാറുണ്ട്. അപ്പോൾ അത് വെക്കണമല്ലോ എന്ന് പിന്നെ ഓർമ്മ വന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വൈക്കോല് ഡയറക്റ്റ് സ്റ്റിക്ക് ചെയ്യാൻ എനിക്കിഷ്ടമില്ല. കാരണം മരത്തുമ്മ വൈക്കോല കൊട്ടിപ്പിടിച്ച് പിന്നെ അത് ചീത്തയാവും. അപ്പോൾ ഞാൻ വേറൊരു ഐഡിയ വിചാരിക്കുന്നുണ്ട്. പിന്നെ ദേ ചേട്ടൻ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ പുൽക്കൂടിൻ്റെ ഉള്ളിൽ ഈ പ്രാവശ്യം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു എക്സ്ട്രാ ഭംഗി കൂടിന് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ കൂടിൻ്റെ മുകളിൽ വൈക്കോൽ വെക്കാൻ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കാർഡ് ബോർഡുമ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് എല്ലാ വൈക്കോലും അതുമ്പോൾ നിരത്തി അങ്ങോട്ട് വെക്കുകയാണ്. അത് വെച്ചിട്ട് അതിന് മുകളിൽ നല്ല വെയിറ്റുള്ള എന്തെങ്കിലും കയറ്റി വെക്കുക. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി വരുമ്പോൾ വൈക്കോൽ നമുക്ക് സ്റ്റിക്കാവും. ഇനി ഏതെങ്കിലും ഒട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് പിന്നീട് ഒട്ടിക്കാം. അതോടൊപ്പം തന്നെ വൈക്കോൽ ഇപ്പോൾ കുറേ അധികമായിട്ട് നിൽക്കണം, നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. അപ്പോൾ ആവശ്യമില്ലാത്തത് നമുക്ക് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കൂടിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ വൈക്കോൽ വെച്ച എഫക്റ്റുമായി കൂടിന് വേറെ കേടുപാടുകൾ ഉണ്ടാവുകയില്ല. ഇവിടെ ദേ ചേട്ടൻ കൊട്ടാരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റിങ് കാര്യങ്ങൾ ചെയ്യുകയാണ്. ലൈറ്റിങ്ങിൻ്റെ വർക്കാണ് നല്ല പണിയുള്ളത്. അത് നന്നായി ശ്രദ്ധിച്ച് ചെയ്യണം. അതുപോലെ തന്നെ കറക്റ്റായിട്ടൊക്കെ വരണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടി ഒരുപാട് ടൈം ശരിക്കും പറഞ്ഞാൽ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഞാൻ പുൽക്കൂടിൻ്റെ വർക്ക് പിന്നെ അന്നത്തെ ദിവസം അത്രയേ ചെയ്തുള്ളൂ. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്രിസ്മസ് ട്രീയുടെ സെറ്റിങ്ങിൽ സാധാരണ ഈ സെയിം റോസും ഉണ്ടാവാറുണ്ട് കേട്ടോ സെറ്റ് ചെയ്യാൻ. പക്ഷേ അവർക്ക് എക്സാം കഴിയുന്നത് 21-ാം തീയതിയാണ്. പിന്നെ 22-ാം തീയതി ഇന്ന് സെലിബ്രേഷനാണ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാലാണ് അവർ ഫ്രീ ആവുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ലൈറ്റും കൂടി ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ് ഹാങ് ചെയ്യാൻ ഈ സെയിം റോസും വന്നിട്ടേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നാളെ ആവും ചെയ്യുക. അപ്പോൾ അതേ നമ്മൾ ക്രിസ്മസ് ട്രീനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന രീതിയിൽ. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഇത് സെറ്റ് ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ. ഇത് 9 അടിയോളം ഇതിൻ്റെ ഉയരം വരുന്നുണ്ട്. 4 പീസായിട്ടാണ് വരണം. അപ്പോൾ നമ്മളിത് ഓരോത്തിൻ്റെ ഉള്ളിലേക്ക് ഓരോന്നും ഇങ്ങനെ കഴിച്ചു കൊടുത്താൽ അത് വെക്കാൻ നല്ല എളുപ്പമാണ്. മുൻപത്തെ ക്രിസ്മസ് ട്രീ എന്ന് വെച്ചാൽ ഓരോ തണ്ടുകൾ നമ്മൾ പിടിപ്പിക്കണം. അത്രയും വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ ഓരോ ഇതളുകൾ നമ്മൾ വിടർത്തി കൊടുത്താൽ മതി നല്ല രീതിക്ക്. ഇത് ഇഷ്ടംപോലെ ഹാങ്ങിങ്സ് ഡെക്കറേഷൻസൊക്കെ ഹാങ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക്, ഈ ഒരു ഡെക്കറേഷൻസ് ഒക്കെ ഹാങ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഇട്ടത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് ട്രീ സെറ്റ് ചെയ്ത് ലൈറ്റ് ഇട്ടിട്ട് ഡെക്കറേഷൻസ് ഹാങ് ചെയ്യുക. അതെൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ ചേച്ചി ആദ്യം ലൈറ്റ് ഇടുക എന്നിട്ട് ഡെക്കറേഷൻസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം താങ്ക് യു. അപ്പോൾ ഈ റോസും എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ഈസിയാണെങ്കിൽ ഉച്ച തൊട്ട് 4 മണി വരെ എക്സാം. അപ്പോൾ അവൾക്ക് വരുമ്പോൾ തന്നെ ലേറ്റ് ആവും. അങ്ങനെ നമ്മളിത് ഇതുമ്പോൾ ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇടുന്ന ലൈറ്റ് പോലെയല്ല, ഒരു നെറ്റ് പോലെ ഇരിക്കുന്ന ഒരു ലൈറ്റാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ക്രിസ്മസ് ട്രീയുടെ കവർ ചെയ്തൊരു പുതപ്പ് പോലെ കവർ ചെയ്യുന്ന രീതിയിലാണ് ലൈറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ചെയ്യുന്ന വ്യത്യാസമായിട്ടാണ്. പല കളേഴ്സിലുള്ള ലൈറ്റാണ് കേട്ടോ. നമ്മൾ ഗോൾഡൻ ലൈറ്റാണ് ഇടാറുള്ളത്. ഇസയും വന്നു കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അവളും കൂടി അതൊക്കെ ചെയ്യാണ്. അപ്പോൾ അതേ നമ്മുടെ ട്രീ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കൊരു പണിയും കൂടി ഉണ്ട്. ട്രീയുടെ മുകളിൽ സ്റ്റാറൊക്കെ വെക്കണം. അത് നാളെ വെക്കാമെന്ന് വിചാരിക്കാൻ ഒരുപാട് കുറേ പണികൾ ഇന്ന് നമ്മൾ ചെയ്തു. അപ്പം ഞങ്ങൾ പിന്നെ അന്നത്തെ ദിവസത്തെ പണികൾ അവിടെ വെച്ച് അവസാനിപ്പിച്ചു.
അപ്പോൾ ഇത്രത്തോളം വർക്കാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഫൈനൽ വീഡിയോ ആണ്. അത് പെട്ടെന്ന് തന്നെ നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും പുൽക്കൂടൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുക. എല്ലാവരും വെക്കേഷൻ നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.